നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഒരു നാടൻ പായസം ഉണ്ടാക്കാം. പായസത്തിന് നമ്മൾ 20 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ ചിരവുന്നത് മെഷീനൊന്നുമല്ല, നമ്മൾ തന്നെയാണ് ചിരവുന്നത്. ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ചിരവത്തക്ക രീതിയിലുള്ള ഫിറ്റിങ്സാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ മുഴുവൻ ചിരവിയെടുക്കുക. തേങ്ങ മുഴുവനും നമ്മൾ ചിരവിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് പിഴിഞ്ഞെടുക്കണം. പാല് 1, 2, 3 പിഴിഞ്ഞെടുക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ചേർത്ത് വേണം കേട്ടോ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ നല്ല നാടൻ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ നാടൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചിരിക്കുക. നമുക്കൊന്ന് കാണാം. നാടൻ പായസത്തിന് വേണ്ടത് നാടൻ ഉണക്കലരിയാണ്. ഇത് കണ്ടോ, ഉണക്കലരി. ഇതാണ് ഉണക്കലരി എന്ന് പറയുന്നത്. നമ്മൾ 1 കിലോ വാങ്ങിയിട്ടുണ്ട്. പരിപ്പ്, ചെറുപയർ പരിപ്പ്. ഇതാണ് ചെറുപയർ പരിപ്പ്. ഈ പരിപ്പ് നമ്മൾ 3/4 കിലോയാണ് വാങ്ങിയിട്ടുള്ളത്. ചവ്വരി നമ്മൾ 1/4 കിലോയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചവ്വരിയ, ഉണക്കലരി, ചെറുപയർ പരിപ്പ്, ഇത് 3 കൂടി 2 കിലോ. ആ 2 കിലോയ്ക്ക് പാകത്തിനുള്ള ശർക്കരയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. 3.5 കിലോ ശർക്കര പൊട്ടിച്ച് പാനിയാക്കി എടുക്കണം. ഇതിന് രുചി കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കശുവണ്ടി പരിപ്പ്. അത് നമ്മൾ 1/4 കിലോ വാങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് കരുതിയിട്ടുണ്ട്. ജീരകം, ചെറിയ ജീരകം, സാധാ ജീരകമാണ്. ചുക്കുപൊടിയാണ്. ഏലക്കായ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പുറം പച്ചനിറമൊന്നുമില്ല, എങ്കിലും നല്ല സൂപ്പർ ഏലക്കായാണ് കേട്ടോ. നല്ല ഇത് കണ്ടോ, നല്ല കറുത്ത അരിയുള്ള ഏലക്കായ. കിസ്മിസ് എന്ന് പറയുന്ന മുന്തിരിങ്ങ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ തേങ്ങ പാല് പിഴിഞ്ഞെടുക്കുക. ചെറു ചൂടുവെള്ളത്തിൽ 3 തവണ പാല് പിഴിഞ്ഞെടുക്കണം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. 1 ലിറ്റർ വെള്ളം, ചൂടുവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ എടുത്തു കഴിഞ്ഞാൽ പാല് ശരിയായ രീതിയിൽ കിട്ടുകയില്ല. അതുകൊണ്ട് പാല് പരമാവധി 1-ാം പാല് കട്ടിയായിട്ടുള്ള പാല് ഏറ്റവും മിനിമം ഒരു 2 ലിറ്ററെങ്കിലും വേണം ഈ പായസത്തിനകത്ത് അവസാനം ഒഴിക്കാനായിട്ട്. അതുകൊണ്ട് 1 ലിറ്റർ വെള്ളം ചേർത്തു. 1 ലിറ്റർ പാലും കൂടി ഈ തേങ്ങയുടെ തനിപ്പാൽ കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഈ പിഴിഞ്ഞ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതാണ് ചൂടുവെള്ളം കൊണ്ട് വച്ചിരിക്കുന്നത്. ചവ്വരി കഴുകി ഇടുകയാണ്. ചവ്വരി ഒന്ന് ഇളക്കി കൊടുക്കാം. പായസത്തിനകത്ത് ഈ ചവ്വരി ഇടുന്നത് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് കഴുകിയിടണം. ചവ്വരി കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചെറുപയർ പരിപ്പ് 2-3 വെള്ളത്തിൽ കഴുകി വേണം ഇടാനായിട്ട്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും കട്ട പിടിക്കുന്നതാണ്. നയമ്പിനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പയ്യെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പരിപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റായി. അരി കഴുകിയിടാൻ പോവുകയാണ്. ഉണക്കലരിയാണ്. ഈ അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നയമ്പിന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരിയും പരിപ്പുമൊക്കെ സാമാന്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വെള്ളം കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വെള്ളം കുറച്ചിട്ടതാണ്. ഇനി നമുക്ക് ശർക്കര പാനിയാണ് ഒഴിക്കാനുള്ളത്. 3.5 കിലോ ശർക്കര പാനിയാക്കി ഇവിടെ വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പാനി ഒഴിച്ചു കൊടുക്കാം. തീ ഇത്തിരി കുറച്ചാണ് ഇട്ടേക്കണത്. ശർക്കരപ്പാനി ഒഴിച്ച് നമ്മളിങ്ങനെ പായസം വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത് ശകലിട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് 1-ാം പാലിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നല്ല തീയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 3-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി
രണ്ടാം പാലും ഒന്നാം പാലുമാണ് ശേഷിക്കുന്നത്. 1ഉം 2ഉം പാലിനാണ് കൊഴുപ്പുള്ളത്. ഇപ്പോൾ ഈ മൂന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴും കൊഴുപ്പായിട്ടില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോഴും. മധുരം നമ്മൾ 3.5 കിലോ ചേർത്തോളൂ. അതേസമയത്ത് 1/2 കിലോയും കൂടെ മധുരം ചേർക്കേണ്ടതായിരുന്നു. മധുരം പൊതുവിൽ ഇപ്പോൾ ആർക്കും തന്നെ കൂടുതലായിട്ട് വേണ്ട. അതുകൊണ്ട് മധുരം എല്ലാം ക്രമീകരിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരല്പം കൂടി വെള്ളം വലിഞ്ഞതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കാൻ തുടങ്ങാം. ഈ പാലൊഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിള വിടാതെ പാലൊഴിക്കണം, ഒന്നിച്ചു കൊണ്ടുപോയി ഒഴിക്കരുത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള പാലാണ്. വേണ്ടില്ലേ? അപ്പോൾ ഒന്നാം പാൽ എടുത്തതിന് ശേഷം ആ തേങ്ങാപ്പീര നമ്മൾ മിക്സിക്കകത്ത് നിന്ന് അടിച്ചെടുത്തപ്പോൾ പിന്നീട് പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല കൊഴുപ്പുള്ള കട്ടിപ്പാൽ പോലെ ഇരിക്കുന്ന പാലാണ്. ഇനി ഒന്നാം പാൽ ചേർക്കാനുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഒന്നാം പാൽ ചേർക്കാനുണ്ട്. കശുവണ്ടി മുന്തിരി ചേർത്തിട്ടില്ല, നെയ്യ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ജീരകം, ഏലക്കായ, ചുക്ക് ഇതൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ എന്നാ സൂപ്പർ പായസം എന്നറിയോ? പാരമ്പര്യമായിട്ട് നമ്മുടെ പഴയ കാലത്ത് ഉണ്ടാകുന്ന അതേ മോഡൽ നാടൻ പായസം, അരി ചെറുപയർ പരിപ്പ് പായസം. പായസത്തിൻ്റെ വർക്ക് തീരാറായിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതാണ്. അത് കൂടാതെ കശുവണ്ടി മുന്തിരി നെയ്ക്കകത്ത് വറുത്തെടുത്തതാണ്. അപ്പോൾ നെയ്യ് പാകത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കശുവണ്ടി ഒരു 1/2 ഭാഗം ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഒന്നാം പാലാണ് ചേർക്കാനുള്ളത്. ഒരു അല്പം മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ചേർക്കാറുണ്ട്. ഒന്നാം പാൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് അല്പം കൂടി വെള്ളം വലിഞ്ഞു വരാനുണ്ട്. മുന്തിരി ഏറ്റവും അവസാനം നമ്മൾ ഇടാറുള്ളൂ. മേമ്പൊടി, ഏലക്ക, ജീരകം, ചുക്ക് ഒഴിച്ചത് ഇങ്ങനെ കലക്കി വെച്ചിരിക്കുകയാണ് ഒന്നാം പാലിനകത്ത്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഒരുപാട് തിളയ്ക്കാൻ നിൽക്കരുത്. അല്പം കശുവണ്ടി കൂടി ഉണ്ട്, അതും കൂടെ ചേർത്തു. മുന്തിരിയാണ്. നമ്മുടെ പായസം സൂപ്പർ പായസം കേട്ടോ. അരിയും പരിപ്പും, അരിയെന്ന് പറഞ്ഞാൽ സാധാരണ അരിയല്ല, ഉണക്കലരിയും ചെറുപയർ പരിപ്പും എല്ലാം ചേർന്ന് നന്നായിട്ട് തേങ്ങാപ്പാൽ ചേർന്ന സൂപ്പർ പായസം. ഈ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വളരെ വിശദമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.